വികസന മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന മണ്ഡലമാണ് സംസ്ഥാനത്തിന്റെ വാണിജ്യ വ്യവസായ തലസ്ഥാനമായ എറണാകുളം. പിണറായി സർക്കാരുകളുടെ കാലത്ത് മണ്ഡലത്തിൽ നടപ്പാക്കിയ വൻ വികസന പദ്ധതികളാണ് ഇടതുമുന്നണിയുടെ തുറുപ്പുചീട്ട്. വലത് മണ്ഡലം ഇക്കുറിയും വലതിനെ തുണയ്ക്കുമെന്ന് UDF കരുതുന്നു. എറണാകുളം, കളമശ്ശേരി, കൊച്ചി, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, വൈപ്പിൻ, പറവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കേരളത്തിൻ്റെ വാണിജ്യ വ്യവസായ തലസ്ഥാന നഗരമായ അതിവേഗം വികസനത്തിലേക്ക് കുതിക്കുന്ന മണ്ഡലം. 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ UDFിനൊപ്പവും 3 മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പവുമാണ്. ആകെയുള്ള 12,95,606 വോട്ടർമാരിൽ 6,68,193 പേർ സ്ത്രീകളും 6,27,402 പേർ പുരുഷന്മാരുമാണ്. 11 ട്രാൻസ്ജെൻഡർ വോട്ടുകളും മണ്ഡലത്തിലുണ്ട്. സിറ്റിംഗ് MP-യായ കോൺഗ്രസിലെ ഹൈബി ഈഡനാണ് UDF സ്ഥാനാർത്ഥി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് CPIM-ലെ P. രാജീവിനെ പരാജയപ്പെടുത്തി ഹൈബി മണ്ഡലം UDF പക്ഷത്ത് നിലനിർത്തുകയായിരുന്നു. 2009-ലും 2014-ലും മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച KV തോമസ് കോൺഗ്രസുമായി പിണങ്ങി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന സവിശേഷമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. KSTA നേതാവും പ്രഭാഷകയും പറവൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയുമായ KJ ഷൈൻ ടീച്ചറാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാവുന്ന ഒട്ടേറെ വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. വികസനം തന്നെയാണ് പ്രധാന വിഷയം. സമാനതകളില്ലാത്ത വികസന കുതിപ്പിന് വ്യവസായ നഗരം സാക്ഷ്യം വഹിച്ചത് 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്താണെന്ന് ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. തൃപ്പൂണിത്തുറയിലേക്ക് കൊച്ചി മെട്രോ കുതിച്ചതും രാജ്യത്തിൻ്റെ ആകെ അഭിമാനമായ വാട്ടർ മെട്രോയും വികസനത്തിൻ്റെ അടയാളങ്ങളാണ്. മെട്രോ കാക്കനാട് വരെയുള്ള 2ാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടന്നതും തെരഞ്ഞെടുപ്പ് വിഷയമായി. എന്നാൽ 2ാം ഘട്ടത്തിന് കേന്ദ്രാനുമതി ലഭ്യമാക്കാനായി ചെറുവിരൽ അനക്കാൻ തയ്യാറാകാതിരുന്ന MP-യുടെ നിലപാട് ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കോൺഗ്രസ് ആധിപത്യത്തിലാണ് UDFിൻ്റെ പ്രതീക്ഷ. മണ്ഡലത്തിൻ്റെ വലതാഭിമുഖ്യം ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് UDF ക്യാമ്പിൻ്റെ അവകാശവാദം. എന്നാൽ ഇക്കുറി ഒരു അട്ടിമറി വിജയം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്.